ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഗർ സീരീസ് കംപ്ലീഷൻ എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ 2-3 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ നമ്മൾ ഡിസൈൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, പൊസിഷൻ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയേ, ട്രയാങ്കിള്, ഒരു സർക്കിള്, പ്ലസ്, സ്ക്വയർ, CS ആണ് തന്നിരിക്കുന്നത്. ഇത് സെക്കൻഡ് ഫിഗറിലേക്ക് വരുമ്പോൾ ഇതിന് എന്താ മാറ്റം വന്നിരിക്കുന്നത്? കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. ഇനി തേർഡ് ഫിഗർ നോക്കിക്കേ, എല്ലാത്തിൻ്റെയും പൊസിഷൻ നോക്കണം. തേർഡ് ഫിഗർ നോക്കിക്കേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഫസ്റ്റ് ഫിഗറിനെ വെച്ച് നോക്കുമ്പോൾ സെയിം ആണല്ലേ, ഈ രണ്ട് ആൾക്കാർ സെയിം ആണ്. നമ്മൾ ഡിസൈൻ നോക്കുക, ഡിസൈൻ നോക്കുമ്പോൾ ഇതിൽ ഭയങ്കര ഷഫിൾനെസ് ആണ്. പക്ഷെ മൂന്നാമത്തേത് നോക്കുമ്പോൾ സെയിം 1 ആണ്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? 1ഉം 3ഉം ഒരേപോലെയാണെങ്കിൽ 2ഉം 4ഉം ഒരേപോലെ തന്നെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സെയിം ഡിസൈൻ എവിടെയാണെന്ന് നോക്കുക. നമുക്ക് ട്രയാങ്കിൾ മുകളിൽ വരണം. ആകെ ട്രയാങ്കിളിൽ മുകളിൽ വരുന്നത് ഈ ഒരെണ്ണമാണ്. നമ്മുടെ ലെഫ്റ്റ് അപ്പറിൽ വരുന്നത് ഇവിടെ മാത്രമാണ്. സോ നമുക്ക് ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആ ഡിസൈൻ ഒന്ന് നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 1ഉം 3ഉം ഇവിടെ രണ്ടും സെയിം ഫിഗർ ആണെങ്കിൽ ഇവിടെയുള്ള ആൾ തന്നെയായിരിക്കും എവിടെ വരിക? 4ാമത്തെ ഓപ്ഷനിൽ വരിക. നോക്കിയേ, 1ഉം 3ഉം സെയിം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നതും അതേപോലെ ഇവിടുത്തെ 4 എന്ന് പറയുന്ന ആൾക്കാരും സെയിം ആയിരിക്കും. സോ ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആരോ മാർക്ക് ഉണ്ട്, പ്ലസ് ഉണ്ട്, കുറേ ഷെയ്ഡഡ് പോർഷൻസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത്. എന്താ ഇതെങ്ങനെ നോക്കിക്കേ, ഒരു സർക്കിൾ ഉണ്ട്, നമുക്ക് ഒരു ആരോ, 2 പ്ലസ്, മുകളിലായിട്ടാണ് ഇത് ഇങ്ങനെ 2 ഷെയ്ഡഡ് പാർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇതിനെ നേരെ മുകളിലേക്ക് ഇട്ടേക്കുവാണ് അല്ലേ, ഇതിനെ നേരെ മുകളിലേക്ക് ഇട്ടേക്കുക. പ്ലസ് പ്ലസ് ഡോട്ട് വരയ്ക്കുന്നു, നേരെ ആരോ മാർക്ക് ഇതിനെ മുകളിലിട്ടു. ഇനി ഇവിടെ ഷെയ്ഡഡ് വരുന്നത് എവിടെയാ? ഈ ഒരു സൈഡിലാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. എന്താ മനസ്സിലാക്കി എടുക്കേണ്ടത്? ആരോയും പ്ലസും താഴത്തേക്ക് പോയി, ഒരാൾ താഴത്തേക്ക് പോയി, ഡൗൺ പോയാൽ ഒരാൾ അപ്പിലേക്ക് പോരുവാണ്. അതേപോലെ ഈ ആൾ എങ്ങനെ പോവാ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവാ. ക്ലോക്ക് വൈസ് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാ വരുന്നത്. നോക്കിയേ, നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റി വരണമെന്നല്ലേ പഠിച്ചിരിക്കണേ. സോ നോക്കിക്കേ, ഇവിടെ വന്നയാള് ക്ലോക്ക് വൈസിൽ അടുത്ത സൈഡിലേക്ക് ചാടി, ഒരു സൈഡിലേക്ക് ചാടി. അപ്പൊ അടുത്തയാൾ എങ്ങോട്ട് വരും? ഇപ്പറ വന്നു. അതിവിടെ കറക്റ്റ് ആയിട്ട് വന്നില്ലേ? എന്ത് ചെയ്തു? ഇതേപോലെ ഇതും വന്നു. നേരെ മുകളിലേക്കായിരുന്നു. അടുത്തത് എന്താ? താഴത്തേക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ഇത് രണ്ടും താഴത്തേക്കാണെങ്കിൽ 4ാമത്തെ ആൾ എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? മുകളിലേക്കായിരിക്കും. അപ്പൊ പ്ലസ് കൊടുക്കുക, 4ാമത്തെ ആൾ വരിക, പ്ലസ് 2 സ്ഥലത്തും കൊടുക്കുക, ഇത് കൊടുത്തു. ഇനി ഇയാൾ എവിടെ വരണം? ക്ലോക്ക് വൈസിൽ ഒരടി ചാടണം. ഒരടി ചാടുമ്പോൾ ഇവിടെ വരും. നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഇത് ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. ഏത് ഓപ്ഷനാ? ഇതല്ല, ഇത് വരത്തില്ല, ഇത് മുകളിലേക്കാണ്, പക്ഷേ ഇത് ഷെയ്ഡഡ് അടിയിൽ. ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ വരിക. കണ്ടോ? അപ്പം ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാം. ഇത് 2 ഡിസൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 ഡിസൈൻ തന്നിട്ടുണ്ട്. രണ്ടും 2 രീതിയിലാണ് പോകുന്നത്. ഒരെണ്ണം ക്ലോക്ക് വൈസിൽ, ഒരെണ്ണം താഴത്തോട്ട് മേളിലേക്ക്, താഴത്തേക്ക് മേളിലേക്ക്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ചെയ്യാൻ പഠിക്കണം. എന്ത് ചെയ്യണം? ഡിസൈൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്തൊക്കെ കണക്ഷൻസ് ഉണ്ടാവുമെന്ന് നോക്കിക്കേ. 2, 6, 12 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ഏത് ആൻസർ വരുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എങ്ങനെ ഈ 2 എഴുതാൻ പറ്റും? നമുക്ക് 1 സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റില്ലേ? 1 സ്ക്വയർ പ്ലസ് 1, 1 സ്ക്വയർ പ്ലസ് 1 എത്രയാണ് വരുന്നത്? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 1 എന്ന് പറയുമ്പം 2 വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഡിജിറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ. 2 സ്ക്വയർ പ്ലസ് ആ സെയിം നമ്പർ തന്നെ ചെയ്തേ, 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 2 × 2 ആണ്, 4 വരും അല്ലേ. പ്ലസ് 2 എത്ര വന്നു? 6 വന്നു. 6 നമുക്ക് കിട്ടി. ഇനി നോക്കിക്കേ, 12 വരണ്ടേ. നമുക്കിവിടെ 2 കഴിഞ്ഞിട്ട് 3 ചെയ്യാം. 3 സ്ക്വയർ പ്ലസ് ആ സെയിം നമ്പർ 3 ചെയ്യുന്നു. സെയിം നമ്പർക്ക് എത്ര കിട്ടി? 3 സ്ക്വയർ പ്ലസ് 3 എത്ര കിട്ടി? 12 എന്ന് കിട്ടി. നമുക്ക് 12 എന്ന് കിട്ടും.
ഇനി അടുത്തത് നോക്കാം. അടുത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത എത്രയാ? 4 വെച്ചിട്ട് വേണം ചെയ്യാൻ. 4 സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യണം? ആ സെയിം ഡിജിറ്റ് തന്നെ ചെയ്യണം, 4 ചെയ്യണം. അപ്പം നമുക്ക് എത്രയാ വരിക? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 × 4 എത്രയാ? 16. 16 + 4 എത്രയാ നമുക്ക് ആൻസർ വരുന്നത്? 20. സോ ഇവിടുത്തെ ആള് എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഫിഗർ സീരീസ് കംപ്ലീഷനിൽ ഇങ്ങനെ ന്യൂമറൽസും ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ചോദിക്കാറ് ഫിഗർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. എങ്ങാനും നമ്മൾ ചോദിച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത് നമുക്ക് നോക്കിയേ. ഫിഗേഴ്സ് ആണ്, ഫിഗേഴ്സിനുള്ളിൽ ഡോട്ടൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നോക്കിയാൽ നമുക്ക് ആദ്യം 2 സൈഡാണ് തന്നിട്ടുള്ളത്, 2 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് 2 ഡോട്ട്. അടുത്ത ഫിഗറിൽ വന്നപ്പം 3 സൈഡും കംപ്ലീറ്റഡ് ആയിട്ടൊരു ട്രയാങ്കിൾ ആണ്. നമുക്ക് എന്ത് തന്നു? 3 ഡോട്ട് തന്നു. 3 സൈഡ് ഉണ്ട്, 3 ഡോട്ട്. 2 സൈഡ് 2 ഡോട്ട്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? 4 സൈഡ് ഉണ്ട്, ഉള്ളിൽ 4 ഡോട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 2, 3, 4 എന്ന രീതിയിലാണ് പോകുന്നത്. ഇനി വരേണ്ടത് എന്താ? 5 ആണ്. ഇവിടെ എല്ലാം എന്തുണ്ട്? ഈ 3 എടുത്തും ഫസ്റ്റ് ഓപ്ഷനിലും സെക്കൻഡ് ഓപ്ഷനിലും ഫോർത്ത് ഓപ്ഷനിലും 5 സൈഡുള്ള ആളാണ് നമുക്കുള്ളത്. സോ ഈ ഓപ്ഷൻ നമുക്ക് വരത്തില്ല. നമുക്ക് വരുന്ന എന്താ? 5 സൈഡുള്ള ഒരാളാണ്. ഇനി 5 സൈഡുള്ള ഒരാളെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ഡോട്ട് അതിനകത്ത് വരണം? ഇവിടെ 2 വന്നപ്പോൾ 2 ഡോട്ട്, 3 വന്നപ്പോൾ 3 ഡോട്ട്, 4 വന്നപ്പം 4 ഡോട്ട്. അപ്പം 5 വന്നാൽ എത്ര എണ്ണേ വരാവൂ? 1, 2, 3, 4, 5. 5 എണ്ണേ വരാവുള്ളൂ. അപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. ഇവിടെ 6 എണ്ണം ഉണ്ട്, പറ്റില്ല. ഇവിടെ 5 എണ്ണം, ഇവിടെ ആണെങ്കിലും പറ്റില്ല. സോ ഓപ്ഷൻ 2 ആണ്. അപ്പം ഇതേപോലെ നമുക്ക് 2, 3, 4, 5 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ഇതേപോലെ വരുമ്പോൾ നമുക്ക് സൈഡും ശ്രദ്ധിക്കണം, അതേപോലെ അതിനുള്ളിൽ ഡോട്ട്സും ശ്രദ്ധിക്കുക. ചിലപ്പം സൈഡ് 2, 3, 4, 5, 6 എന്ന് പറഞ്ഞു പോകും. നമുക്ക് ഉള്ളിൽ ഡോട്ട് എങ്ങനെയായിരിക്കും തരിക? ചിലപ്പോൾ 2, 4, 6, 8 ആ ഒരു ഓർഡറിലും കൂടെയും തരും. അപ്പം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനുള്ളിലെ ആൾക്കാരെയും പുറമേയുള്ള സൈഡ്സിനെയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫിഗർ സീരീസ് കംപ്ലീഷനിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ലൈൻസും ആരോസും ആണ് കേട്ടോ. നോക്കിയേ, ആദ്യത്തെ ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്നത്, ആദ്യത്തെ സ്ക്വയറിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലൈനും ഇങ്ങനെ ആരോയും ആണ്. അപ്പം നിങ്ങൾ നോക്കണം, ആരോ 1, 3 സെയിം ഡയറക്ഷനിലേക്കാണ്. 1, 3 സെയിം ഡയറക്ഷനിലേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു 2, 4 സെയിം ഡയറക്ഷനിലേക്ക് പോകും അല്ലേ? അപ്പം എന്താണ്? ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന ആൾക്കാരാണ് ആൻസർ വരേണ്ടത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ 2 ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. ആ 2 ഓപ്ഷൻസ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നോക്ക്, രണ്ടാമത്തെ ഫിഗറിൽ ആരോ ഇപ്പുറത്തേക്കാണ്. ആരോ ഇപ്പുറത്തേക്ക് പോയപ്പോൾ ഓരോ ലൈൻസ് കൂടി. എന്താ? ഓരോ ഫിഗർ വരുമ്പോൾ ഓരോ ലൈൻസ് കൂടി വരിക. മൂന്നാമത്തെ ഫിഗർ എടുത്തു, എന്താണ്? 1, 2, 3 ഒരെണ്ണം കൂടി ആ റൈറ്റിലേക്ക് ഡയറക്ഷൻ കൊടുത്തു. അടുത്തത് എന്തായിരിക്കും? ലെഫ്റ്റിലേക്ക് ആരോ പോകണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ലെഫ്റ്റിലേക്ക് ആരോ പോകണമെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചു. ഇനി ഒരു ലൈൻസ് കൂടി വരിക. അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും? ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടും. അപ്പം നോക്കിക്കേ, ഏതാ നമുക്ക് ആൻസർ വരുന്നത്? ഓപ്ഷൻ 1 ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആരോയാണ് കേട്ടോ. ആരോ ശ്രദ്ധിക്കണം. 1ഉം 3ഉം സെയിം ആയിട്ട് വന്നു എങ്കിൽ 2ഉം 4ഉം നമുക്ക് എന്ത് വരും? സെയിം ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മുടെ CC+ നവോദയ മിഷൻ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, നമുക്ക് സ്കൂള് തുറന്നു. അതേപോലെ നമുക്കിനി എല്ലാം പഠിക്കാനുണ്ട്. സ്കൂളിൽ പഠിക്കാനുണ്ട്, നവോദയ എക്സാം എഴുതുന്നവർ നവോദയ എക്സാമിൻ്റെ സിലബസ് പഠിക്കാനുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഫീച്ചേഴ്സിലെ മെയിൻ ഒരാളാണ് സിലബസ് ബേസ്ഡ് ക്ലാസ്. നിങ്ങൾക്ക് എല്ലാം ഒന്നും പഠിക്കാനില്ല. 5ൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നവോദയയ്ക്ക് വേണ്ട. എന്നാൽ 5ൽ പഠിക്കുന്നതിൻ്റെ കുറച്ച് ഹയർ ലെവലും കൂടെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമുക്കൊരു ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. അതേപോലെ പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഒരു സാറ് അല്ലെങ്കിൽ ടീച്ചർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്, നമുക്കൊരു റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ തന്നെ നമ്മൾ ആദ്യം കാണാൻ പറയുന്നത് റെക്കോർഡഡ് ക്ലാസ് ആണ്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
അപ്പോൾ അതൊരു ദിവസം കാണാൻ പറ്റിയില്ല എങ്കിലും അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മളൊരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർക്ക്ഷീറ്റ് ബുക്കാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളത് നമ്മൾ കുറച്ച് പഠിച്ചെല്ലാം അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് നമ്മുടെ വർക്ക്ഷീറ്റ് ബുക്ക്. അതേപോലെ മോക്ക് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ മോക്ക് എക്സാംസ് ആയിട്ട് നടത്തുന്നുണ്ട്. അതേപോലെ എല്ലാ വീക്കിലും നമുക്ക് അസസ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിച്ച് വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ബൈ.